അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴേ ആ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി വിജയ സോപാനത്തിലേക്ക് അണയാൻ അവന് സാധ്യമാവുകയുള്ളൂ. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നമുക്ക് വിജയം നേടണമെങ്കിൽ ആ രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. സ്വർഗം നഷ്ടമാകാതിരിക്കാൻ, സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആ സ്വർഗം ലഭിക്കണമെങ്കിൽ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളേത് എന്നതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. എൻ്റെ സ്വർഗം നഷ്ടപ്പെടുന്ന പ്രധാന കാര്യങ്ങൾ ഏതാണ്? ഈ 2 ദിവസത്തെ ക്യാമ്പിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു. അതിനെ സംക്ഷേപിച്ചുകൊണ്ട് ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ഇബാദത്തുകളും മറ്റു സൽപ്രവർത്തനങ്ങളുമൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ 3 കാര്യങ്ങളിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അമലുകൾ, പ്രവർത്തനങ്ങൾ അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ലെന്ന് മാത്രമല്ല, നരകമായിരിക്കും അയാൾക്ക് ലഭിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനുള്ളത്. സ്വർഗം നഷ്ടമാകാതിരിക്കാൻ ഈ 3 അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അതിലേറ്റവും സുപ്രധാനമായ ഒന്നാമത്തെ കാര്യം, വിശ്വാസ രംഗത്ത് ഒരു തകരാറും എനിക്കില്ല എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തണം. ഒന്നതാണ്. കടലാസിൽ എഴുതുന്ന ആളുകൾ അത് എഴുതിയേക്കുക. 1, വിശ്വാസ രംഗത്ത് കളങ്കമില്ലാതിരിക്കുക എന്നതാണ്. ഏറ്റവും വലിയ വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാൽ പൂർത്തിയാവില്ല. ആ സ്രഷ്ടാവ് ഏകനാണെന്ന് വിശ്വസിച്ചതുകൊണ്ടും പൂർത്തിയാവില്ല. ആ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണം, അവന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം എന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ ആരാധനയിലുള്ള ആ ഏകത്വം പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ദൈവവിശ്വാസമാണ് ഒന്നാമതായി ആ രംഗത്ത് നമുക്കുണ്ടാവേണ്ടത്. നമ്മൾ ചിന്തിക്കുക, ഈ പ്രോഫ്കോൺ അതിൻ്റെ സമാപന സെഷനുകളിലേക്ക് നീങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഈ വിശ്വാസ രംഗത്ത് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ശരിയായ ഒരു പരിവർത്തനം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ കഷ്ടമാണ്. ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, പ്രശ്നം വന്നാൽ അള്ളാഹുവിനെ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ, പടച്ചതമ്പുരാനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ, അല്ലാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് തീരുമാനിക്കാൻ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വിദ്യാർത്ഥിനിക്കും സാധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള അമലുകൾ മുഴുവനും നമുക്ക് നഷ്ടമാണ് എന്നാണ് തിരിച്ചറിയേണ്ടത്. ഇന്ന് സമൂഹം എവിടെ നിൽക്കുന്നു എന്നതിന് എനിക്ക് നേർക്കുനേരെ ഈ അടുത്തുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഒരു പ്രയാസം വരുമ്പോൾ സമൂഹം എന്ത് ചെയ്യുന്നു എന്നതിന് നേർക്കുനേരെ കണ്ട ദുഃഖിച്ച ഒരു സന്ദർഭം. ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി വീടുകളിലൂടെ കയറി ഇറങ്ങുമ്പോൾ, ഒരു വീട്ടിൽ ചെന്ന് അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ, അവരുടെ രേഖകൾ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് എൻ്റെ മുമ്പിലൂടെ ഓടിപ്പോയി. അത് ബെഡ്റൂമിൽ ചെന്ന് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്നൊരു ഭയങ്കരമായ ശബ്ദം കേട്ട്, കുട്ടിയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും ഓടിച്ചെന്നു. കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് നോക്കുമ്പോൾ ഷോക്കടിച്ചിരിക്കുകയാണ്. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ പെട്ടെന്ന് ഷോക്കടിച്ചതാണ്. തറയിലേക്ക് തെറിച്ചു വീണ് വായിലൂടെ നൊരകൾ വന്ന് കുട്ടി ആർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു.
6 ആളുകൾ ആ വീട്ടിലുണ്ട്. അതിൻ്റെ ഉമ്മയും ഉപ്പയും മറ്റു ആളുകളുമായി 6 ആളുകൾ. ഇവരും കരയാണ്. കുട്ടി കയ്യിൽ കിടന്ന് പെടയുമ്പോൾ, വൈദ്യുതി ആഘാതമേറ്റ് പെടയുമ്പോൾ ഈ 6 ആളുകളിൽ വിളിച്ചു പറഞ്ഞത് ബദരീങ്ങളെ കാക്കണേ, ചില ആളുകൾ മുഹിയുദ്ദീൻ ശൈഖിയെ രക്ഷിക്കണേ. ഇതാണ് അവരുടെ ശബ്ദം അവരുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയർന്നു വന്നത്. ഞാൻ ആലോചിച്ചു പോയി, മുസ്ലിം സമുദായത്തിൻ്റെ ഒരവസ്ഥ. മുശ്രിക്കീങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ നേരെ തിരിച്ചായിരുന്നു. ഒരു പ്രശ്നം വന്നാൽ, കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ തിരമാലകൾ വന്നുകൊണ്ട് കപ്പൽ മൂടുന്ന ഒരവസ്ഥയെത്തുമെന്ന് വന്നാൽ അവർ വിളിക്കുമത്രേ, അള്ളാഹുവിനെ മാത്രം വിളിക്കും, പടച്ചതമ്പുരാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും. എന്നാൽ കരയിലേക്ക് രക്ഷപ്പെട്ടാലോ അപ്പോൾ അള്ളാഹു അല്ലാത്തവരെയും അവർ വിളിച്ചു പ്രാർത്ഥിക്കും. പ്രശ്നം വരുമ്പോൾ അവര് അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ എന്നാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു ചിത്രം, പ്രശ്നം വരുമ്പോൾ, ഏറ്റവും വലിയ പ്രശ്നം വരുമ്പോഴാണ് അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നത് എന്നതാണ്. അപ്പൊ എത്രമാത്രം നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിനുള്ളിൽ ഈ വിശ്വാസമുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് ഒന്ന് ചുരുങ്ങി വരിക. ഞാൻ അങ്ങനെയാണോ? എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ പടച്ചതമ്പുരാനോട് മാത്രമല്ലേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് തീരുമാനമാക്കാൻ ഈ പ്രോഫ് കോണിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചിട്ട് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നഷ്ടമാണ് ഈ യാത്ര, ഈ ഇരുത്തം നഷ്ടമാണ്. ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളതാണ്, എന്തുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് വലിയ തെറ്റാകുന്നത്? ഏറ്റവും വലിയ അക്രമമാണ് ശിർക്ക് എന്ന. എന്താണത് കാരണം? അത് നന്ദികേടാണ്. ആ നന്ദികേട് പടച്ചോൻ പൊറുക്കൂല. അവർക്ക് നരകമാണ് അള്ളാഹു വിധിച്ചിരിക്കുന്നത്, സ്വർഗം ഹറാമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ് എന്നാണ്. ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ് ഹറാം എന്ന വാക്ക്. എന്താ അർത്ഥം? നിഷിദ്ധമാണ്, സ്വർഗമില്ല, അവരുടെ സങ്കേതം നരകമായിരിക്കും. എന്താ കാരണം എന്നറിയാം? നന്ദികേട് പടച്ചോൻ പൊറുക്കൂലൊരിക്കലും. നമ്മൾ പൊറുക്കോ നന്ദികേട്? ഇല്ല. നമ്മുടെ വാപ്പ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ട് ഒരു 10-18 വയസ്സായി, നമ്മൾ നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി അങ്ങനെ നല്ല ഒരു ജോലിയിലെത്തി. ആ ജോലിയിലെത്തിയ സമയത്ത് നമ്മൾ വാപ്പയോട് വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് എന്ത് കാര്യവും ഞാൻ ചെയ്തു തരാം, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് കാര്യവും ഞാൻ ചെയ്തു തരാം, എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. പക്ഷെ ഒരു കാര്യം, നിങ്ങളെ ഈ നാളെ മുതൽ ഞാൻ വാപ്പ എന്ന് വിളിക്കില്ല, ഉപ്പ എന്ന് വിളിക്കില്ല. അതിന് പകരം ഞാൻ അയൽവാസിയായ ഇന്ന ആളെയാണ് വാപ്പ എന്ന് വിളിക്കുള്ളൂ. ഈ ഒരൊറ്റ കാര്യത്തിലേ പ്രശ്നമുള്ളൂ, വേറെയുള്ള ഒരു വിഷയവും പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. യഥാർത്ഥത്തിൽ ആ വാപ്പ എന്താണ് പ്രതികരിക്കുക നമുക്കറിയാം അല്ലേ? ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാലും നിന്റെ ഒരു തുള്ളി വെള്ളം വേണ്ടാന്നേ ആ വാപ്പ പറയുള്ളൂ. എന്നെ വാപ്പയായി അംഗീകരിക്കാൻ നിനക്ക് സാധ്യമല്ലെങ്കിൽ നിന്റെ മറ്റുള്ള ഒരു കാര്യവും ഒരു സഹായവും എനിക്ക് വേണ്ടാന്നേ പറയുള്ളൂ. ആ വാപ്പയെ നമ്മൾ കുറ്റം പറയൂ. എന്താ കാരണം? നന്ദികേടാണ്, അത് പൊറുക്കൂല, ആരും പൊറുക്കൂല. സഹോദരങ്ങളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചതമ്പുരാൻ ആ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം നിങ്ങൾ എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്നാണ്. എനിക്ക് മാത്രം നിങ്ങൾ ഇബാദത്തുകൾ നൽകണമെന്നാണ്. അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എനിക്ക് മാത്രം അവകാശപ്പെട്ടത് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. അത് കൊടുത്താൽ പിന്നെ പടച്ച തമ്പുരാനോടും മറ്റു നമ്മുടെ ഒരു പ്രവർത്തനം അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്നാണ്. അഥവാ നന്ദികേട് ഒരിക്കലും തന്നെ പൊറുക്കുകയില്ല. ആ നന്ദികേട് ചെയ്ത ആളുകളുടെ സൽപ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല. ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, നോമ്പ് നിൽക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്യും, 3 ഹജ്ജ് ചെയ്ത്